ത്തിന്റെ മാസമാണ്. ഏതാണ്ട് വടക്കൻ ജില്ലകളിൽ എല്ലാത്തിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. നാളെ കാസർഗോട്ടും ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കലോത്സവം നടക്കുമ്പോൾ എനിക്കൊരു വിമർശനമുള്ളത്, കേവലം അധ്യാപകരും വിദ്യാർത്ഥികളിലും മാത്രം ഇത് ഒതുങ്ങരുത്. അതുകൊണ്ടാണ് കസേര ഇങ്ങനെ കാളിയെ കിടക്കുന്നത്. തലശ്ശേരിയിൽ സാധാരണ നിലയിൽ ഒരു കലോത്സവം വെച്ചാൽ ഇങ്ങനെയല്ല ആളുണ്ടാവുക. കസേര കിട്ടാൻ ജനം ക്യൂ നിൽക്കുന്ന നാടാണ് തലശ്ശേരി. എന്തുകൊണ്ടാണ് ഈ കലോത്സവം നടക്കുമ്പോൾ ഭൂരിഭാഗ കസേരയും ഒഴിഞ്ഞിടക്കുന്നു ചോദിച്ചാൽ ഇത് ജനകീയമാവുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും മാനുവൽ പ്രകാരം അങ്ങനെയല്ല സാറേ എന്ന് പറയും. മാനുവലൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ഏതെങ്കിലും മാനുവലിനകത്ത് ജനങ്ങളെ പങ്കെടുപ്പിക്കേണ്ടെന്ന് മാനുവൽ എഴുതിയിട്ടുണ്ടോ? ഇത് അധ്യാപകരുടെയും കുട്ടികളുടെ നിങ്ങളതിന്റെ സംഘാടകരെയൊക്കെ അതിന്റെ തൊട്ടുന്നില്ല. പക്ഷെ ജനങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കണം. ഈ കലാമേള കാണാൻ, കലോത്സവത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ അവർക്ക് കൂടി നിങ്ങൾ അവസരം കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഭൂരിപക്ഷം വരുന്ന കാലിക്കസേരയെ നോക്കി ഞാൻ പ്രസംഗിക്കേണ്ട ഗതി വരില്ലായിരുന്നു. ഏതായാലും അടുത്ത വർഷത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. ഇനി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ നിയമനിർമ്മാണത്തിന്റെയും കേന്ദ്രം നിയമസഭയാണ്. ആ നിയമസഭയ്ക്കൊക്കെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മാനുവലിനകത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ ഒന്നും വരേണ്ട കോംപ്ലിക്കേഷൻ ഇതിനകത്തില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന കുറെ ഗുരുമാലുകളാണ്. നിങ്ങൾ പറയും അത് മാനുവലാണ്, അങ്ങനെയാണ്. ഏതായാലും ഇത് ജനകീയമാക്കാൻ ഒരു മുൻകൈ ഇവിടെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം കുറച്ചൊരല്പം പ്രായോഗികത കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കാര്യം കസയാകുമായിരുന്നു. റിസൾട്ട് ഇപ്പൊ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ? സംസാരത്തിന് ശേഷം, ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നു റിസൾട്ട് പ്രഖ്യാപിക്കുന്നെങ്കിൽ കുട്ടികളെ എണീച്ചുമില്ല. അതൊരു പ്രാക്ടിക്കൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നിരവധി കലോത്സവം സംഘടിപ്പിച്ച സംഘാടകന്മാരാണ് ഞാനൊക്കെ. ഒരുപാട് കലോത്സവം ഉദ്ഘാടന സമ്മേളനത്തിൽ ആളെ എത്തിക്കണമെങ്കിൽ റിസൾട്ട് ഒറ്റ കുട്ടി എണീച്ചൂല, ഉറപ്പല്ലേ? ഇവിടെ പങ്കെടുത്ത എല്ലാ ടീമും എനിക്കറിയില്ല. ഞാനിപ്പോ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, കെട്ടിപ്പിടുത്തവും ഉമ്മമ്പക്കലും ഞാൻ കണ്ടത്. ഇതൊരു മണിക്കൂർ അപ്പുറത്തായി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ആയി പോവില്ല. ഫസ്റ്റ് ഇയർ ഫസ്റ്റ് തന്നെയാണ്. അതല്പം പ്രായോഗികത കുറവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വർഷമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. മത്സരത്തിന്റെ നടുക്കാണ് ഉദ്ഘാടനം വരുന്നെങ്കിൽ ഒന്നാലും റിസൾട്ട് പ്രഖ്യാപിക്കും. റിസൾട്ട് പ്രഖ്യാപിച്ചാൽ ജയിച്ചാണെന്ന് പോകും, തോറ്റാണ് നിരാശ കൊണ്ട് വേറെ വൈകി പോകും. ഇവിടെ സംഭവിച്ചത് അതാണ്. ഏതായാലും അടുത്ത വർഷം മുതൽ ഈ പോരായ്മ, അത് നിങ്ങളുടെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. നിങ്ങൾ പറഞ്ഞു തരുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനപ്രതിനിധികളാണ്. നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമായി ഈ മാർഗനിർദ്ദേശം നൽകുന്നു.